വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 നാം വായിക്കുന്നു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു വചനത്തിൽ തന്നെ വിശുദ്ധ യൗസേപ്പിന്റെ ഹൃദയം നമുക്ക് കാണാം. കേട്ടതും കേൾക്കാത്തതും പറഞ്ഞു പരത്തുന്ന ഈ ലോകത്തിൽ വിശുദ്ധ യൗസേപ്പ് വ്യത്യസ്തനായിരുന്നു. അവന് അവകാശമുണ്ടായിരുന്നു പരിശുദ്ധ മറിയത്തെ കുറ്റപ്പെടുത്താനും നിന്ദിക്കാനും. പക്ഷെ അവൻ അത് തിരഞ്ഞെടുത്തില്ല. അവൻ തിരഞ്ഞെടുത്തത് നിബന്ധനകളില്ലാത്ത സ്നേഹം. അവൻ തിരഞ്ഞെടുത്തത് കരുണ. അവൻ തിരഞ്ഞെടുത്തത് നിശബ്ദത. ഇതാണ് യഥാർത്ഥ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. വിശുദ്ധ മത്തായി 1:20 കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ വിശുദ്ധ യൗസേപ്പ് തന്റെ സ്വപ്നങ്ങളും പദ്ധതികളും മാറ്റിവെച്ചു. ദൈവഹിതത്തിന് കീഴടങ്ങി. ഇന്നത്തെ കാലത്ത് ഗോസിപ്പ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഒരു വാർത്ത കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യും. ഒരാളുടെ തെറ്റു കണ്ടാൽ ഉടനെ പറയാൻ തയ്യാറാകും. പക്ഷേ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം: ഞാൻ പറയുന്നത് സ്നേഹമാണോ, അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണോ? ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും തളരുന്ന നാം വിശുദ്ധ യൗസേപ്പിൽ നിന്ന് പഠിക്കേണ്ടത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ കൂടെ നിൽക്കാൻ, നിശബ്ദതയിൽ ദൈവസ്വരം കേൾക്കാൻ, നിബന്ധനകളില്ലാതെ സ്നേഹത്തോടെ ജീവിക്കാൻ. ഈ തിരുനാൾ ദിനത്തിൽ ഗോസിപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക്, വിധികളിൽ നിന്ന് കരുണയിലേക്ക് നമുക്ക് മാറാൻ തീരുമാനിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മെ നയിക്കട്ടെ. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ.